സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രൻ പറയുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല. നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക കേന്ദ്ര സർക്കാരിനാണെന്നും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ ചേരുകയാണ് 24-നൊപ്പം. ഇന്ന് കേസ് പരിഗണിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ആദ്യമായി പ്രതികരണം അറിയിക്കാൻ പോകുന്നു. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ജൂലൈ മാസം 8-ാം തീയതിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ 16-ാം തീയതിയിലേക്ക് തീരുമാനിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള മാധ്യമ വാർത്തകൾ വരുന്നത്. അതിനുശേഷം റിയാദിലെ ഇന്ത്യൻ എംബസിയുമായും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവുമായൊക്കെ നിരന്തരമായി ബന്ധം പുലർത്തുകയും അതിനുശേഷം ഈ കാര്യത്തിനെ സംബന്ധിച്ചൊരു സ്ഥിരീകരണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിലും ഇതുവരെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ യമൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള നടപടി ഉണ്ടോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. അപ്പോൾ ഇക്കാര്യങ്ങൾക്കകത്തെല്ലാം ഒരു അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതെല്ലാം ദൂരീകരിക്കാൻ വേണ്ടി ഇന്നത്തെ കേസ് സഹായകരമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും വ്യാഴാഴ്ച ഈ കേസ് ഫയൽ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെൻഷനിങ് കോടതി മുമ്പാകെ നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അറ്റോർണി ജനറലിനോട് ഇന്ന് തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇക്കാര്യത്തിലുള്ള സർക്കാർ എടുത്ത നടപടികൾ അറിയിക്കണമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ടോ, ഉണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്, ഇനി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം ഇന്നൊരു വ്യക്തത വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ മറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, MP-മാരെല്ലാം പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും കത്തയച്ചിരുന്നു. ഇതിൽ ഈ നയതന്ത്ര ഇടപെടൽ, ഒപ്പം തന്നെ ഈ ദയാധനം സംബന്ധിച്ചുള്ള ചർച്ചകൾക്കുള്ള സഹായം, ഇക്കാര്യങ്ങളിൽ ഉൾപ്പെടെ കേന്ദ്രത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇക്കാര്യത്തിനകത്ത് ചെയ്യാൻ കഴിയുക കേന്ദ്രത്തിനകത്ത് തന്നെയാണ്. ഞങ്ങൾ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്, ഇത് മറ്റേത് രാജ്യത്തായിരുന്നെങ്കിലും ഇത്രത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല. കാരണം മറ്റ് രാജ്യങ്ങൾക്കകത്ത് അവിടെ ഇന്ത്യൻ ഡയസ്പൊറകളുണ്ട്, അവിടെ ഇന്ത്യൻ സംഘടനകളും വ്യക്തികളും ഒക്കെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും നടത്താനുമുണ്ട്. പക്ഷേ യമനിലെ ഒരു പ്രത്യേക സാഹചര്യം 2016 തൊട്ട് യാത്രാവിലക്ക് നിൽക്കുന്നത് കൊണ്ട് ഇന്ത്യക്കാരോ ഇന്ത്യൻ സംഘടനകളോ അങ്ങനെ വളരെ സജീവമായി അവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ ഇക്കാര്യം ഏറ്റെടുക്കാൻ വേണ്ടി പിന്നെ അവിടുത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രൈബൽ സിസ്റ്റം, ആ സിസ്റ്റത്തിനകത്ത് ഇടപെടാൻ സാധിക്കുക ഒരു ഡിപ്ലോമാറ്റിക് ലെവലിൽ ഇന്ത്യൻ സർക്കാരിന് മാത്രമാണ്. ഞങ്ങൾ സർക്കാരിനോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇതിനകത്ത് ₹1 പോലും ഇന്ത്യൻ സർക്കാർ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ദയാധനമായി നൽകേണ്ടതില്ല. പണം മുഴുവൻ ആക്ഷൻ കൗൺസിൽ കണ്ടെത്തിക്കൊള്ളാം. പക്ഷേ ഈ ചർച്ചകൾ നടത്താൻ വേണ്ടിയുള്ള സഹായം, ആ ചർച്ചകൾ നടത്താൻ വേണ്ടിയുള്ള നയതന്ത്ര തരത്തിലുള്ള ഇടപെടൽ, അതാണ് സർക്കാർ നടത്തി തരേണ്ടത്. എന്തായാലും കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്നും നിമിഷപ്രിയയുടെ മോചനം എത്രയും വേഗം സാധ്യമാകും എന്നുമുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ പങ്കുവയ്ക്കുന്നത്. ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.